പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റുള്ളൊരു മാങ്ങ രസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് വെള്ളം പോലെയാക്കാതെ ഈ ഒരു കറി മാത്രമായിട്ട് ചോറിലൊഴിച്ച് കഴിക്കുന്ന രീതി ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വലിയ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയില്ല, മിതമായ പുളിയുള്ളൊരു മാങ്ങയാണ്. തൊലിയൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം വിളഞ്ഞാണ്. ഇതൊട്ടും പഴുത്തൊന്നുമല്ല, ശകലം മഞ്ഞ കളർ കാണുന്നതേ ഉള്ളേ. മാങ്ങ നല്ലവണ്ണം വെന്ത് കിട്ടണം. ഞാൻ കുക്കറിനകത്താണ് വേവിക്കുന്നത്. കൂടെ തന്നെ ഒരു തവി തുവരംപരിപ്പാണ്, അതോടെ ഒന്ന് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്, അതോടെ ചേർക്കുക. തുവരംപരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് നേരത്തേന് ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് കുറച്ച് വീർത്തിരിക്കുന്നത്. നല്ലവണ്ണം വേവിച്ചെടുക്കണം. അതുകൊണ്ട് 3-4 വിസിലൊക്കെ വേണ്ടി വരും. അടി പിടിക്കാതെ ഇരിക്കാനായിട്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ച് വേണം വേവിക്കാനായിട്ട്. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കണം. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഭാഗം എടുത്താൽ മതി. പരിപ്പ് നല്ലവണ്ണം വേകണം. അതുകൊണ്ട് വിസിലിൻ്റെ എണ്ണത്തിൽ കൂടുതലൊക്കെ ആയെന്ന് വരാം. അതുകൊണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഏറെ വെള്ളം ഉപയോഗിച്ച് വേണം കുക്കറിൽ വെക്കാൻ വേണ്ടി. അത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇടിച്ചെടുക്കേണ്ട ഒരു ഐറ്റം ഉണ്ട്. ഇടിക്കല്ലിലോ അമ്മിക്കല്ലിലോ ഇതുപോലെ ഒരു 15-20 വെളുത്തുള്ളി കൂടുതലെടുക്കുക. ഇഞ്ചി വളരെ കുറച്ചെടുത്താൽ മതി. ഇതൊന്ന് ചതച്ച് മാറ്റി വയ്ക്കണം. ഇത്രയൊന്ന് ചതച്ച് കിട്ടിയാൽ മതി. ഇത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കണേ. ഇനി ഈ കല്ലിൽ തന്നെ ഞാൻ ഒരു 3 പച്ചമുളക് കൂടെ ഇടിച്ച് വെക്കുകയാണ്. ഇത് വെളുത്തുള്ളിയുടെ കൂടെ മിക്സ് ചെയ്ത് വെക്കരുത്. ഇത് കല്ലിൽ തന്നെ ഇടിച്ചിട്ട് അങ്ങനെ തന്നെ മാറ്റി വയ്ക്കുക. കുക്കറിൽ മാങ്ങയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. പരിപ്പൊക്കെ ഒരു 5-6 പരിപ്പൊക്കെ ഒന്ന് ഉടയാതെ കിടപ്പുണ്ട്. നല്ലവണ്ണം ഉടച്ച് കിട്ടുന്നത് വരെ വിസിലടുപ്പിച്ച് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. വേറൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഉലുവയാണ് ചേർക്കേണ്ടത്. ഉലുവ ഇങ്ങനെ ചേർക്കാനില്ല എന്നുണ്ടെങ്കിൽ ഉലുവപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയേ. പൊടി ചേർക്കുവാണെങ്കിൽ ഇപ്പോഴല്ല ചേർക്കേണ്ടത്, അതെപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് പുറകെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി തീ അങ്ങ് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ ചേർക്കുക. ഇത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർക്കുക. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഇത് ചേർക്കുന്നത് ആ കറിക്ക് ഒരു ചെറിയൊരു കളറും, ചുമന്ന കളറും, അതേപോലെ തന്നെ ആ കറിയുടെ അവസാനം എണ്ണയൊക്കെ ഇങ്ങനെ മുകളിലൊന്ന് തെളിഞ്ഞ് വരത്തില്ലേ, ചുമന്ന കളറിൽ, അതിനു വേണ്ടി ചേർത്താണ്. മുളക് പൊടി ഇട്ട് ഇളക്കിയ ഉടനെ തന്നെ തക്കാളിയാണ് ചേർത്തത്. ഒരേ ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി ചേർക്കുക. കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും കുഴയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തക്കാളിയുടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കറിയിൽ ഇങ്ങനെ കിടക്കണേ. ഇത്രയും വഴറ്റിയാൽ മതി. ഇനി കായപ്പൊടി ചേർക്കണം. കായ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കുക. ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച്, അതായത് ഒരു 1/4 സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് ഒരുപാടൊന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. എണ്ണയിലിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും പരിപ്പൂടെ ചേർക്കുക. ഇനി വെള്ളം ഒഴിക്കണം. ഞാനിവിടെ ഒരു 4 അല്ലെങ്കിൽ 4.5 ഗ്ലാസ് രസം വരുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കുന്നത്. ആദ്യമേ 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നോക്കണം. ഇപ്പം തന്നെ ഇനിയും വെള്ളം ഒഴിക്കണം. കറിയുടെ മുകളിൽ ഇങ്ങനെ എണ്ണ ചുമന്ന കളറൊക്കെ ഉണ്ട്. അതിനു വേണ്ടിയാണ് മുളക് പൊടി ചേർത്തത്. ഇനി കുറച്ചുകൂടി ഇത് ലൂസാക്കി എടുക്കണം. വീണ്ടും 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉപ്പ് ആവശ്യമായിട്ട് വരുമേ. ഉപ്പൂടെ ചേർക്കണം. പിന്നെ നമ്മൾ പരിപ്പൊക്കെ വേവിച്ച സമയത്തും വെള്ളം കുറേ കാണുമല്ലോ. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 4.5 ഗ്ലാസ്സിന് അളവായിട്ടുണ്ട്. ഉപ്പ് ഇനി ചേർക്കുക. ഇനിയാണ് ഇടിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കേണ്ടത്. ഇനി കുരുമുളക് പൊടി ഫ്രഷായിട്ട് ഇടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് കുറച്ച് ഏറെയായിട്ട് ചേർക്കുന്നുണ്ട്. 1 സ്പൂണോളം ചേർക്കുക. ഇനി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. കടുക് പൊട്ടിക്കുമ്പോൾ ഉലുവ ചേർത്തിട്ടില്ലാത്തവർ ഉലുവപ്പൊടി ഈ സമയത്ത് ചേർക്കണം. ഇനി പൊടിയെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മല്ലിയിലയൂടെ ചേർക്കണം. മല്ലിയില ഇട്ട് രസത്തിലൊക്കെ ഇട്ട് ശീലിച്ചവരുണ്ടല്ലോ, അവർക്ക് ഈ രസത്തിനകത്ത് മല്ലിയില ഇല്ലാതെ ഒരു രസവും കാണത്തില്ല. മല്ലിയിലയൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ രസം ഒന്ന് തിളപ്പിക്കണം. എന്ന് പറഞ്ഞ് വെട്ടി തിളപ്പിക്കാനേ പാടില്ല രസം. എത്രയാണെന്ന് കാണിച്ചു തരാം.
സാധാരണ കറി പോലെ ഒരുപാട് നേരം വെട്ടി തിളപ്പിക്കാത്ത കാരണം അവസാനമല്ലേ നമ്മൾ പൊടികളൊക്കെ ഇടുന്നത്. ആ പൊടിയും പിന്നീട് ഇഞ്ചി വെളുത്തുള്ളിയുടെയും ആ കായത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒരുപോലെ യോജിക്കണമെന്നുണ്ടെങ്കിൽ കറിയൊക്കെ ഗ്യാസ് നിറക്കി വെച്ച് കുറച്ച് സമയം എടുക്കുമേ. അതായത് ഉണ്ടാക്കി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് അറിയുന്നത്. രസമെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ തിളയ്ക്കുമെന്നുള്ള രീതിയിൽ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ പതഞ്ഞ് വരുന്ന കണ്ടില്ലേ, ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. ഞാൻ രസമെല്ലാം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. മാങ്ങയൊക്കെ ചെറിയൊരു കഷ്ണങ്ങളാക്കിയൊക്കെ കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല, അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ പരിപ്പ് നന്നായിട്ട് വെന്തിരിക്കണം. മാങ്ങ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും കൂടി മറന്നുപോലെ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.